ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്തതായിട്ട് പറയുന്ന കഥ സത്യവതി ദേവി ഒരു പുണ്യനദിയായ കൗശികയായി മാറി എന്നാണ്. അതിനുശേഷം ജമദഗ്നി രേണുകയെ വിവാഹം കഴിക്കുന്നു. അവരുടെ ഏറ്റവും ഇളയ പുത്രനായിട്ടാണ് രാമൻ. അദ്ദേഹത്തിന് പരശുരാമൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം വാസുദേവൻ്റെ ഭഗവാന്റെ അവതാരമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഹേഹയ വംശത്തിലെ വളരെ ക്രൂരന്മാരായ ക്ഷത്രിയന്മാരെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു. അവർ വളരെ ഹീനമായ പ്രവൃത്തികളിലാണ് ഏർപ്പെട്ടിരുന്നത്. എന്തൊക്കെയായിരുന്നു അവരുടെ ഹീനപ്രവൃത്തികൾ നമുക്കൊന്ന് നോക്കാം. കാർത്തവീര്യാർജുനൻ എന്ന വലിയ ഒരു രാജാവ് ഹേഹയ വംശത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം മൂലം ഒരുപാട് ശക്തിയും 1000 കരങ്ങളും അതിബുദ്ധിമാൻ ആയിട്ടുള്ള ഒരു രാജാവായിട്ട് അറിയപ്പെടാനുള്ള അനുഗ്രഹം എല്ലാം ലഭിച്ചിരുന്നു. ഒരുപാട് ദിവ്യശക്തികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അവല്ലാതെ അധികാരവും അഹങ്കാരവും മൂത്തിട്ട് ഒരിക്കൽ അദ്ദേഹം ഈ 1000 കൈകളും ഉപയോഗിച്ചുകൊണ്ട് ഈ നർമ്മദാ നദിയിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കി. ആ സമയത്ത് രാവണൻ അദ്ദേഹത്തിൻ്റെ ഒരു പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ രാവണൻ ഇരുന്ന സ്ഥലം മഹിഷ്മതി എന്ന സ്ഥലം വെള്ളപ്പൊക്കം ഉണ്ടായി. അങ്ങനെ രാവണൻ കാർത്തവീര്യാർജുനൻ്റെ അടുത്ത് യുദ്ധത്തിന് ചെല്ലുന്നു. അങ്ങനെ രാവണനെ അദ്ദേഹം ബന്ധനസ്ഥനാക്കി അതിനുശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത്. മറ്റൊരിക്കൽ കാർത്തവീര്യാർജുനൻ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. മഹർഷി വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. അവർക്ക് എല്ലാവർക്കും വേണ്ട ഉപചാരങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ കാമധേനു ഒരു അനുഗ്രഹമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാമധേനുവാണ് ഈ അബണ്ടൻസ് അല്ലെങ്കിൽ ഈ സമൃദ്ധി ജമദഗ്നിക്ക് നൽകിക്കൊണ്ടിരുന്നതെന്ന് കാർത്തവീര്യാർജുനൻ മനസ്സിലായി. ഒരു നന്ദി തോന്നുന്നതിന് പകരം ഒരു കൃതജ്ഞത തോന്നുന്നതിന് പകരം അത്യാഗ്രഹം മൂത്ത് ഈ കാർത്തവീര്യാർജുനൻ ആ കാമധേനുവിനെയും പശുക്കുട്ടിയെയും മോഷ്ടിച്ചുകൊണ്ട് പോവാണ്. മോഷ്ടിക്കുക തന്നെയല്ല, ബലാത്കാരമായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പരശുരാമൻ തിരിച്ച് ആശ്രമത്തിലെത്തുമ്പോൾ ഈ അനീതിയെക്കുറിച്ച് കേട്ട് വല്ലാതെ ദേഷ്യം വരികയാണ്. അങ്ങനെയാണ് കാർത്തവീര്യാർജുനൻ്റെ അധപതനത്തിൻ്റെ തുടക്കമാകുന്നത്. ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്താണെന്നൊന്ന് നോക്കാം. അരോഗൻസ്, അതല്ലെങ്കിൽ അത്യധികമായ അഹങ്കാരം ആത്മനാശത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ കൃതജ്ഞതയ്ക്ക് പകരം അത്യാഗ്രഹം മൂത്താൽ അവിടെ വല്ലാത്ത നാശനഷ്ടങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. മറ്റൊന്ന്, വിവേകമില്ലാത്ത അധികാരം വളരെ അപകടകരമാണ്. കാർത്തവീര്യാർജുനന് ലഭിച്ച ശക്തി അല്ലെങ്കിൽ ദിവ്യശക്തികൾ മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നതിനു പകരം, ധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനു പകരം അഹങ്കാരം മൂലമുള്ള നാശം വിതയ്ക്കുന്ന പ്രവൃത്തികളിലേക്കാണ് അദ്ദേഹം അതെല്ലാം വിനിയോഗിച്ചത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനിക്കേണ്ടവരെ, പ്രകൃതിയെ, സേജസ് അല്ലെങ്കിൽ മഹർഷിമാർ അല്ലെങ്കിൽ അതുപോലുള്ള ആചാര്യന്മാർ, അവരെയൊക്കെ ബഹുമാനിക്കുന്നതിന് പകരം അവരെയൊക്കെ അപമാനിക്കുകയാണെങ്കിൽ അതും ജീവിതത്തിൽ നാശം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ കർമ്മം, അതിന് തീർച്ചയായും കർമ്മഫലം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ അഹങ്കാരവും നമ്മളുടെ അനീതി നിറഞ്ഞ മനസ്സും നമ്മൾക്ക് നാശനഷ്ടമുണ്ടാക്കും എന്നുള്ളൊരു തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു വിനയത്തോടെയുള്ള, മര്യാദയോടു കൂടിയിട്ടുള്ള സമീപനം, മറ്റുള്ളവരോട് ഒരു കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നത്, വിനയം പ്രകാശിപ്പിക്കുന്നത്, ഇതെല്ലാം നമ്മളെ അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇവിടെ നമുക്ക് ഭാഗവതം തരുന്നത് ഈഗോ, ഗ്രീഡ്, ഡിസ്റെസ്പെക്റ്റ്, ഇതെല്ലാം സെൽഫ് ഡിസ്ട്രക്ഷനിലേക്ക് നയിക്കും. നേരെ മറിച്ച് ഹ്യൂമിലിറ്റി, വിസ്ഡം, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മളെ ഒരു
ഐശ്വര്യമുള്ള ധാർമ്മികമായിട്ടുള്ള സംതൃപ്തി തരുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കും. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാവർക്കും നന്ദി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.